എല്ലാവർക്കും രാധൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനീർ മസാലയാണ്. ഒരു ധാബ സ്റ്റൈലിലുള്ള പനീർ മസാല. അതിനുവേണ്ടി ഞാനിവിടെ ഫ്രഷ് പനീർ, ഫ്രഷ് പനീർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് 30 മിനിറ്റ് ഉണ്ടാക്കുന്നതിന് 30 മിനിറ്റ് മുമ്പേ എടുത്ത് മാറ്റി വയ്ക്കണം. ഇനി നമ്മളിവിടെ സവോള ഒരു 2 സവോളയാണ് ഇതിന് വേണ്ടത്. 1/2 കിലോ പനീറാണെങ്കിൽ 2 സവോള, മീഡിയം സൈസ് 2 സവോള. ഇവിടെ എൻ്റെ കയ്യിൽ ചെറിയ സവോളയുണ്ട്, ഞാൻ 3 എടുത്തിട്ടുണ്ട്. ഇത് അരിയെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് ചോപ്പർ ചെയ്ത് എടുക്കുക. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഡയറക്റ്റ് അരക്കുകയല്ല ചെയ്യുന്നത്. ഞാനിവിടെ ചെറുതായിട്ട് ഇത് പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. നമ്മൾ അരിയുമ്പോൾ ഇത്ര നന്നായിട്ട് വരില്ല, ഗ്രേറ്റ് ചെയ്യുമ്പം ചെറുതായിട്ട് വരും. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു കടായി വയ്ക്കാം. കടായിലേക്ക് ആവശ്യത്തിന് ഓയിൽ, ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കുക. 1 ടീസ്പൂൺ നെയ്യും ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കും. 1 ടീസ്പൂൺ, കൂടുതലൊന്നുമില്ല, 1 ടീസ്പൂൺ നെയ്യ്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഹോൾ സ്പൈസസ് ഇടും. ഹോൾ സ്പൈസസ് എല്ലാം ഇല്ല, പട്ട, ഏലക്ക, ഇത് രണ്ടും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഈ സവോളയുടെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറണം. ചെറുതായിട്ട് ഒരു യെല്ലോ കളർ വരണം. നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് സവോളയുടെ കളർ മാറ്റണം. നോക്കൂ, ഇതൊരു യെല്ലോ കളറായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി, ഞാനിവിടെ 4 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇത് നമുക്ക് അരച്ചും ചേർക്കാം. ഇത്രയും ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഇപ്പം നോക്കൂ, ഇപ്പം തുറന്ന് നോക്കുമ്പോൾ ഇപ്പം നമുക്കൊരു യെല്ലോ കളറായിട്ട് മാറിയിട്ടുണ്ട്, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ജീരകമാണ് നമ്മൾ എടുക്കുന്നിരുന്നെങ്കിൽ നമ്മൾ ആദ്യമേ ഇടണം. ഇനി മല്ലിയില, അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതിന് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഇപ്പോഴാണ് നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം, നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട്. ഇതിലേക്ക് ഇനി ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇതിലേക്ക് ചേർക്കും. 1 തക്കാളി മാത്രം എടുത്താൽ മതി. ചെറിയൊരു തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കാം. നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഈ തക്കാളിയുടെ വെള്ളം തന്നെ കുറച്ച് നേരം അടച്ചു വെക്കുമ്പോൾ തക്കാളിയുടെ വെള്ളം തന്നെ ഇതിനകത്തോട്ട് ഇറങ്ങും. ഇനി അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കസൂരി മേത്തി ഞാനിവിടെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചൂടാക്കിയാൽ നമുക്കിത് നന്നായിട്ട് പൊടിഞ്ഞു വരും. ചൂടാക്കി ഒന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് പൊടിച്ചെടുത്ത് ഇതിനകത്തോട്ട് കസൂരി മേത്തിയോട് ഇട്ട് കൊടുക്കും. ഫൈനലായിട്ട് കസൂരി മേത്തി ഇട്ട് കൊടുക്കും. ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി ഞാൻ എടുക്കുന്നത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. കുറച്ച് കാഷ്യൂനട്ട്, ഞാൻ കുറച്ച് കാഷ്യൂനട്ട്, ഒരു 5-6 കാഷ്യൂനട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതും യോജിപ്പിച്ച് ഇനി നമുക്ക് ഇതിലേക്ക് പനീർ ചേർക്കാം.
എടുത്തു വെച്ചിരിക്കുന്ന പനീറിന് 5 മിനിറ്റ് വേവേ ഉള്ളൂ. അത് കാരണം പനീർ അവസാനം എല്ലാ മസാലയുടെ പച്ചമണം എല്ലാം മാറിയിട്ട് അവസാനമാണ് പനീർ ചേർക്കുന്നത്. 5 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഹാർഡായി പോവും. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ആകുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോഴേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ പാത്രത്തിൽ ഇരുന്ന് വീണ്ടും ഒരു കട്ടിയാവും പനീർ. ഇത് ഉടഞ്ഞു പോകാതെ നന്നായിട്ട് സ്പൂണിട്ട് ഉടഞ്ഞു പോകരുത്, പനീർ ഉടഞ്ഞു പോകാതെ മെല്ലെ ഇളക്കാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കൂടരുത്, വെറും 5 മിനിറ്റ് വേവിക്കാം. ഇപ്പം നോക്കൂ, ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി ഈ ഒരു പാകം ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.